നമസ്കാരം. ECH ഡിജിറ്റൽ എന്ന പേരുള്ള വയനാടുകാരനായ ഇക്ബാൽ മാർക്കോണി നടത്തുന്ന ഒരു സ്ഥാപനം, ഇമിഗ്രേഷൻ സ്ഥാപനമാണ്. UAE കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു. ധാരാളം പേർക്ക് ഗോൾഡൻ വിസ കൊടുത്തു. UAE അടുത്ത കാലത്ത് ഏർപ്പെടുത്തിയ ഒന്നാണ് ഈ ഗോൾഡൻ വിസ. ഈ ഗോൾഡൻ വിസ കൊടുക്കുന്നതിന് വേണ്ടി വ്യാജരേഖകൾ ഉണ്ടാക്കിയതിന്റെ പേരിൽ, നിയമവിരുദ്ധമായ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയതിന്റെ പേരിൽ ഇക്ബാൽ മാർക്കോണിയെ അറസ്റ്റ് ചെയ്തു എന്ന വാർത്ത മറുനാടൻ മാത്രമാണ് ജനങ്ങളോട് പറഞ്ഞത്. എന്നാൽ ഇത് വ്യാജമാണ്, അങ്ങനെ ഒരു സംഭവമേ ഇല്ല. മറുനാടൻ വെറുതെ പച്ചക്കള്ളങ്ങൾ പറയുന്നു എന്ന തരത്തിൽ നക്കാപ്പിച്ച വാങ്ങിക്കൊണ്ട് ഏത് നുണയും സത്യമാക്കാൻ ശ്രമിക്കുന്ന, ഏത് സത്യത്തെയും നുണയാക്കി മാറ്റാൻ ശ്രമിക്കുന്ന വ്ളോഗർ ഷരീഫിനെ പോലുള്ളവർ രംഗത്തിറങ്ങി. ഇക്ബാൽ മാർക്കോണിയുടെ മൂടുതാങ്ങികളായ ചിലർ, കണ്ണൂരുകാരനായ ഒരു PRO ആദിൽ സിദ്ദിഖ് എന്ന് പറയുന്നവരൊക്കെ മറുനാടനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് രംഗത്തെത്തി. എന്നാൽ മറുനാടന്റെ വാർത്ത പൂർണ്ണമായും ശരിയാണ്. ഇക്ബാൽ മാർക്കോണി ജയിലിലാണ് എന്ന് ഞങ്ങൾ പറഞ്ഞു. അതിനിടയിൽ ഇക്ബാൽ മാർക്കോണി നേതൃത്വം കൊടുത്തു തുടങ്ങിയ മാമി തിരോധാന വാട്സാപ്പ് ഗ്രൂപ്പിൽ ചൂടേറിയ ചർച്ചകൾ തുടങ്ങി. കാരണം മാമി എന്ന് പറയുന്ന കോഴിക്കോട് റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറെ കാണാതെ പോയിട്ട് കണ്ടെത്താൻ വേണ്ടി പല ശ്രമങ്ങളും നടന്നു. PV അൻവർ അതിന്റെ പിന്നിൽ പിണറായിയാണ് എന്ന് പറഞ്ഞ് രംഗത്ത് വരുമ്പോഴാണ് അത് ചൂടുപിടിക്കുന്നത്. ആ മാമിയെ കണ്ടെത്തുന്നതിന് വേണ്ടി ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിരുന്നു. ആ വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ആ നേതൃത്വത്തിൽ ഒരാൾ ഇക്ബാൽ മാർക്കോണി ആയിരുന്നു. ആ ചൂട് പിടിച്ച് ചർച്ച നടക്കുമ്പോഴാണ് ഇക്ബാൽ മാർക്കോണി ജയിലിലാവുന്നത്. എന്തായാലും ഏതാണ്ട് 2 മാസത്തിന് ശേഷം മാർക്കോണി പുറത്തിറങ്ങിയിരിക്കുന്നു. മാർക്കോണിക്ക് ജാമ്യം കിട്ടിയെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കാരണം ഈ കാലയളവിനുള്ളിൽ മാർക്കോണിയുമായി ബന്ധപ്പെട്ട കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കാൻ കഴിഞ്ഞില്ല. കേസന്വേഷണം തുടരുകയാണ്, പൂർത്തിയായിട്ടില്ല. അതുകൊണ്ട് ഒരാളെയും ഇത്രയും കാലം കസ്റ്റഡിയിൽ വയ്ക്കാൻ കഴിയാത്തതുകൊണ്ട് തൽക്കാലത്തേക്ക് നിബന്ധനകൾക്ക് വിധേയമായി ജാമ്യം കൊടുത്തിരിക്കുന്നുവെന്നും ഇക്ബാൽ മാർക്കോണിക്ക് രാജ്യം വിട്ടുപോകാൻ അനുമതിയില്ല എന്നുമാണ് ഞങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നത്. എന്തായാലും ഇക്ബാൽ മാർക്കോണി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഇക്ബാൽ മാർക്കോണി തൻ്റെ സുഹൃത്തുക്കൾക്ക് കൊടുത്തൊരു വാട്സാപ്പ് സന്ദേശം സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ചിരുന്നു. ഈ വാട്സാപ്പ് സന്ദേശത്തിൽ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്ന്, മറുനാടന്റെ വാർത്ത വ്യാജമാണ് എന്ന് പറഞ്ഞവരുടെ വായ മൂടിക്കെട്ടാൻ ഇക്ബാൽ മാർക്കോണി തന്നെ തെളിവ് നൽകിയിരിക്കുന്നു. ഇക്ബാൽ മാർക്കോണി ജയിലിലായിരുന്നെന്നും ഇതുവരെ അതുകൊണ്ടാണ് ഒന്നും പ്രതികരിക്കാതിരുന്നതെന്നും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു എന്നും പറയുമ്പോൾ, ഞങ്ങൾ പറഞ്ഞ വിഷയങ്ങൾ തന്നെ, ഗോൾഡൻ വിസയുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ഇക്ബാൽ മാർക്കോണി അറസ്റ്റിലായിരിക്കുന്നത് എന്ന വാർത്ത ഇക്ബാൽ മാർക്കോണി തന്നെ സ്ഥിരീകരിക്കുന്നു. അതിന്റെ ഓഡിയോ ക്ലിപ്പ് ആദ്യം കൊടുക്കാം. പക്ഷെ അതിനേക്കാൾ കൗതുകമുണർത്തുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് കൂടി ഞങ്ങളിപ്പോൾ പുറത്തുവിടുന്നുണ്ട്. വാസ്തവത്തിൽ ഈ മാമി തിരോധാനത്തിന് വേണ്ടി ഉണ്ടാക്കിയ വാട്സാപ്പ് ഗ്രൂപ്പിൽ പോലും അന്വേഷണം വഴിതെറ്റിച്ചു വിടാനുള്ള നീക്കമാണ് എന്ന തരത്തിലുള്ള ഒരു സന്ദേശമാണത്. പണ്ട് ഞങ്ങൾ ഇത് പറഞ്ഞപ്പോൾ പലരും ഞങ്ങളെ കൂവിത്തോൽപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. അത് സ്ഥിരീകരിക്കുന്ന ഒരു വാട്സാപ്പ് സന്ദേശം കൂടി ഈ വീഡിയോടൊപ്പം കൊടുക്കുന്നുണ്ട്. എന്തായാലും ഇക്ബാൽ മാർക്കോണി വളരെ വിചിത്രമായ വാദങ്ങൾ ഉയർത്തിക്കൊണ്ട് പുറത്തുവിടുന്ന ഓഡിയോ ക്ലിപ്പ് പ്രേക്ഷകർ ആദ്യം കേൾക്കുക. അത് ഇന്നലെ മറുനാടൻ TVയിൽ കൊടുത്തിരുന്നു. അതാണ് ഞങ്ങൾ ഒരിക്കൽ കൂടി പ്രേക്ഷകരെ കേൾപ്പിക്കുന്നത്. ഇത് കേൾപ്പിക്കാൻ 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ഇക്ബാൽ മാർക്കോണി ജയിലിലായിരുന്നു എന്ന് ഞങ്ങൾ പറഞ്ഞത് വ്യാജമാണ് എന്ന് പറഞ്ഞവരുടെ വായടപ്പിക്കാൻ ഇത് ഉചിതമാണ്. കാരണം ഇക്ബാൽ മാർക്കോണി തന്നെ സമ്മതിക്കുന്നു ജയിലിലായിരുന്നു എന്ന്. മാത്രമല്ല, ഇക്ബാൽ മാർക്കോണി ജയിലിലാകാനുള്ള കാരണങ്ങളിൽ ഒന്ന് ഗോൾഡൻ വിസയാണെന്നുള്ള ഞങ്ങളുടെ വാദവും ഇക്ബാൽ മാർക്കോണി തന്നെ സ്ഥിരീകരിക്കുന്നു. രണ്ടാമത്തേത്, ഇക്ബാൽ മാർക്കോണി പറയുന്ന നുണകളാണ്. ഒരു കേസുമില്ല, ഇക്ബാൽ മാർക്കോണി വെറുതെ വിട്ടു, യാതൊരു വിവരവുമില്ല എന്ന് ഇക്ബാൽ മാർക്കോണി പറയുന്നു. ആദ്യം ഈ ഓഡിയോ ക്ലിപ്പ് കേൾക്കുക. അസ്സലാമു അലൈക്കും. ഞാൻ നേരിട്ട് വിളിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ആയിക്കോട്ടെ, പിന്നെ സൗകര്യപ്പെട്ടില്ലെങ്കിലോ ഫോൺ എടുക്കാൻ പറ്റിയില്ലെങ്കിലോ വിചാരിച്ചു. എന്നാൽ പിന്നെ മെസ്സേജ് ആവാമെന്ന് വിചാരിച്ചു. ഓക്കെ, ചെറിയൊരു പ്രതിസന്ധിയിലൂടെയൊക്കെ കടന്നു പോകേണ്ടി വന്നു, പ്രത്യേകിച്ച് വളരെ അപ്രതീക്ഷിതമായിട്ട്. ഈ ഗോൾഡൻ വിസയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ നമ്മുടെ ഓഫീസ് കുറച്ച് ഗംഭീരമായിട്ട് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോകുന്നുണ്ടല്ലോ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ ഓഫീസ് എന്തോ കറപ്ഷൻ നടത്തി എന്നുള്ള ചാർജിലാണ്. അപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇക്ബാലെ, ഞങ്ങളെ രാജ്യം ഞങ്ങൾക്ക് ആർക്കും തരാത്ത ബഹുമാനം നിനക്ക് തന്നിട്ടുണ്ട്. ഞങ്ങളെ ഇവിടുത്തെ ഗവൺമെന്റിന്റെ സൈറ്റിൽ വരെ നിന്റെ ഫോട്ടോ ഉണ്ട്. ഞങ്ങളെ ഏറ്റവും വലിയ ഇതിന്റെ ഡയറക്ടർ ജനറലിന്റെ കൂടെ നീ ഫോട്ടോ എടുത്ത് സെൽഫി എടുത്തിട്ടുണ്ട്. അങ്ങനത്തെ ഒരു ഫോട്ടോ നിനക്ക് മാർക്കറ്റിൽ പോലും കാണാൻ പറ്റില്ല. നീ ഏത് വിസ ഇവിടെ അപേക്ഷിച്ചാലും നിനക്ക് ഏറ്റവും പ്രയോറിറ്റിയിൽ നമ്മൾ അത് പാസ്സാക്കി തന്നിട്ടുണ്ട്. നീ എന്താവശ്യങ്ങൾ വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നിനക്ക് ചെയ്തു തരാൻ പറ്റുന്ന എല്ലാം ചെയ്തു തന്നിട്ടില്ല. ഇതൊക്കെ ചെയ്തു തന്ന് നീ ഈ രാജ്യത്ത് ഒരുപടി ഇൻവെസ്റ്റേഴ്സിനെയും ഒരുപടി സെലിബ്രിറ്റീസിനെയൊക്കെ കൊണ്ടുവന്ന ആളല്ലേ. അപ്പോൾ ആ ബഹുമാനത്തിൽ നിന്നെ ഞങ്ങൾ ബഹുമാനിച്ചിട്ടില്ല. പിന്നെ എന്തിനാണ് ഇത്തരത്തിലൊരു കറപ്ഷൻ നടത്തി വിസ നടത്തിയിരിക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, സർ, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല, ഞങ്ങൾ ചെയ്തിട്ടില്ല. അപ്പോൾ പറഞ്ഞു, ചെയ്തിട്ടുണ്ട്. ഇത് രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇതിന്റെ ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളുമായിട്ട് നീ ഞങ്ങളോട് സഹകരിക്കണം. എന്തെങ്കിലും കാരണവശാൽ നീ ഇതിൽ പങ്കാളികളാണ് എന്ന് തെളിഞ്ഞാൽ നിനക്ക് അതികഠിനമായ ശിക്ഷാ സംവിധാനത്തിലേക്ക് കടക്കും. അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ തുറന്ന് പറയാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒരിക്കലും അങ്ങനെ ഉണ്ടായിട്ടില്ല, അങ്ങനെ ഉണ്ടാവുകയില്ല. ഞാൻ ഇത്രയും പേഴ്സണലായിട്ട് ഈ സെലിബ്രിറ്റീസിന്റെയും
ഈ വലിയ ഇൻവെസ്റ്റേഴ്സിൻ്റെയൊക്കെ ഗോൾഡൻ വിസ ഞാനാണ് പേഴ്സണലി സൂപ്പർവൈസ് ചെയ്തത്. അതുകൊണ്ട് ഞാനാണ് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി. എൻ്റെ അറിവിലാണ് അതൊക്കെ നടന്നിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ ഈ മാനേജേഴ്സ് ഗോൾഡൻ വിസ, മറ്റ് കാറ്റഗറി ഗോൾഡൻ വിസകളൊക്കെയാണ് നമ്മുടെ സ്റ്റാഫുകൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്തിരിക്കുന്ന സമയത്ത് നമ്മളൊരു സ്റ്റാഫ് ഈ ശമ്പളം കുറവുള്ള 3-4 ഗോൾഡൻ വിസ എടുത്തിട്ട് അവർക്ക് ഇവരെ ശമ്പളം കൂട്ടി എഡിറ്റ് ചെയ്തുകൊണ്ട് ഗോൾഡൻ വിസ എടുത്തു കൊടുക്കാൻ പറഞ്ഞു. എടുത്തു കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം എൻ്റെ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട്, അതായത് ഈ എമിഗ്രേഷൻ സൈറ്റിലും മറ്റൊക്കെ വന്ന ഫോട്ടോ ഉണ്ട്, ഇയാൾക്ക് നമ്മളെ ബോസിന് ഭയങ്കര പിടിപാടാണ്, ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ വളരെ ഉന്നത ബന്ധമാണ്, അപ്പം മൂപ്പർക്ക് വളരെ പെട്ടെന്ന് ഇതൊക്കെ പാസ്സാക്കാൻ പറ്റും എന്ന് പറഞ്ഞ് ഈ ആളുകളെടുത്ത് നിന്ന് ഇയാൾ പൈസ വാങ്ങിച്ചിട്ട് ഇയാൾ സ്വന്തം അപ്ലൈ ചെയ്തു. ഇത് സ്വന്തം അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എന്താ പറയുക, ഈ ശമ്പളം കുറഞ്ഞ ആൾക്ക് ഗോൾഡൻ വിസ കിട്ടിയിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനോട് ചോദിച്ചു എങ്ങനെയാണ് ഗോൾഡൻ വിസ എടുത്തിരിക്കുന്നത് ചോദിച്ചപ്പോൾ അങ്ങനെ ECH നിന്നാണ് എടുത്തിരിക്കുന്നത് പറഞ്ഞു. അവിടെ ഇങ്ങനെ ഇക്ബാലും എന്ന് പറഞ്ഞ ആളുടെ അയാൾക്ക് ഇങ്ങനെ വലിയ പിടിപാടാണെന്ന് പറഞ്ഞു. അങ്ങനെ എന്താ പറയാ, പിന്നെ എന്നെ വിളിപ്പിച്ചു, ചോദിച്ചു. നോക്കുമ്പോൾ ഈ കസ്റ്റമറെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ട് പോലുമില്ല, അറിയില്ല, അയാൾക്കും എന്നെ അറിയില്ല, എന്റെ നമ്പറോ അല്ലെങ്കിൽ അയാളുടെ നമ്പർ എന്റെ അടുത്ത് ഒന്നുമില്ല. പിന്നെ ആരാണ് നമ്മളെ ഒരു ബ്രാഞ്ചിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫിന്റെ കെയർ ഓഫിലാണ് എടുത്തിരിക്കുന്നത്. നോക്കുന്ന സമയത്ത് അയാളുടെ അടുത്ത് വിളിച്ച സമയത്ത് അയാൾ ആദ്യം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞെങ്കിലും അവസാനം അയാൾ പറഞ്ഞു ഞാനിങ്ങനെ കറപ്ഷൻ നടത്തി, ഞാനിങ്ങനെ ചെയ്തു എന്ന് പറയും. ഇനി പറയുമ്പോഴത്തേന് 10-40 ദിവസം 45 ദിവസം കഴിഞ്ഞിട്ടുണ്ട് ഇതിന്റെ ഇൻവെസ്റ്റിഗേഷനായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്. അപ്പോൾ ഈ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്ന സമയത്ത് നമുക്ക് നമ്മൾ മറ്റു തരത്തിൽ എന്തെങ്കിലും ഇൻഫ്ലുവൻസോ മറ്റ് തെളിവ് നശിപ്പിക്കലോ മറ്റു കാര്യങ്ങളൊക്കെ നടത്തുന്നുള്ളതുകൊണ്ട് എന്റെ കമ്മ്യൂണിക്കേഷനൊക്കെ സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് രാവിലെ മുതൽ രാത്രി വരെ ഇതിന്റെ വെരിഫിക്കേഷനും ചോദ്യങ്ങളും ഇതിന്റെ എല്ലാ ഡോക്യുമെന്റ്സുകളും പരിശോധിക്കാൻ നമ്മളിങ്ങനെ 1,00,000 അടുത്ത് ഈ ഗോൾഡൻ വിസകൾ പല ഘട്ടങ്ങളിലായിട്ട് ഇവിടുന്ന് പലരും എടുത്തിട്ടുണ്ടല്ലോ. അതിൽ ഒട്ടുമിക്ക സംഗതികളും ഞാനുമായിട്ട് ബന്ധപ്പെട്ട സെലിബ്രിറ്റികൾ അല്ലെങ്കിൽ ഞാനുമായിട്ട് ബന്ധപ്പെട്ട ആളുകളത്, പിന്നെ ഈ മാനേജർ പോലെ ഈ ശമ്പളക്കാർ അല്ലെങ്കിൽ ലോക്കൽ മാർക്കറ്റിൽ വരുന്ന സംഗതികളാണ് സ്റ്റാഫുകളൊക്കെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഈ സ്റ്റാഫ് ചെയ്തിരിക്കുന്നത് ഇയാളെ സമ്മതിക്കാൻ, ഇയാളെ പിടിച്ച് ഇയാളെ ചോദ്യം ചെയ്ത് ഇയാളിത് കണ്ടെത്തുമ്പോഴത്തേന് സമയം എടുത്തിട്ടുണ്ട്. അടുത്ത സമയത്താണ് ഇതുവർക്ക് മനസ്സിലായത്. അപ്പം കഴിഞ്ഞ ദിവസം രാത്രി എന്നെ വിളിച്ചു പറഞ്ഞു, ഇക്ബാൽ സോറി ഫോർ ദ ട്രബിൾ, സഹകരിച്ചതിനൊക്കെ നന്ദി, ഇക്ബാലിന് പോവാം, ഇപ്പൊ മനസ്സിലായി, ഇക്ബാലിന്റെ വർക്കായിട്ട് മുമ്പോട്ട് പോയിക്കോളൂന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം നമ്മൾ ജോലികളൊക്കെ ചെയ്യാൻ വേണ്ടി സ്റ്റാഫുകളൊക്കെ ചെയ്യുമ്പോൾ സ്റ്റാഫുകൾ പെട്ടെന്ന് ഇങ്ങനത്തെ ഇത്തരത്തിലുള്ള ഒരു അക്രമമൊന്നും ചെയ്യുമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന്റെ റെസ്പോൺസിബിൾ പേഴ്സൺ ഞാൻ എന്നുള്ള നിലയ്ക്ക് എൻ്റെ അടുത്ത് നിന്നാണ് ഈ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുക. അപ്പോൾ ഇത് ആദ്യം ഒരു ഓഫീസിൽ വന്നിട്ട് ഓഫീസിലെ മൊത്തം ആളുകളെ അവർ രാത്രി കൊണ്ടുപോയിട്ട് പിന്നെ അവരൊക്കെ ഓരോ സെക്ഷനിൽ വർക്ക് ചെയ്യുന്നു. ഇപ്പോൾ ലാൻഡ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യുന്നവർ വേറെ, പിന്നെ മാനേജർമാർ അല്ലെങ്കിൽ സെലിബ്രിറ്റീസ്, ഇങ്ങനെ ഓരോ സെക്ഷനിൽ വർക്ക് ചെയ്യുന്നവർ, ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നവർക്ക് ഓരോരോ ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ അവരൊക്കെ പിന്നെന്താ അതിനനുസരിച്ച് നോക്കി ചോദിച്ചു ഓരോരുത്തരൊക്കെ വിട്ടു. പിന്നെയാണ് എന്നെ വിളിക്കുന്നത്. എന്നെ വിളിച്ചിട്ട് ഇക്ബാൽ എവിടെയുള്ള, ഞാൻ പറഞ്ഞു ഞാൻ ദുബായിലുണ്ട്, ഒന്ന് ഇവിടെ വരെ വരണം. ഞാൻ ചോദിച്ചു എപ്പോഴേ വരണ്ട്, ഇപ്പോൾ വരണമെന്ന് ചോദിച്ചു. ഇപ്പോൾ വരണ്ട, ഒരു ഉച്ചയ്ക്ക് ശേഷം ഇവിടെ എത്താൻ പറ്റിയാലും ഒക്കെ ആയിരുന്നു. ഞാൻ ഉച്ചയ്ക്ക് ശേഷം എത്താന്ന് പറഞ്ഞു. ഞാൻ ഉച്ചയ്ക്ക് ശേഷം പോയ സമയത്ത് എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുകയും ചെയ്തു. അപ്പം ഇങ്ങനെയൊക്കെയാണ് മൊത്തത്തിലുണ്ടായിരുന്ന ഒരു സ്ഥിതിവിശേഷങ്ങൾ. അപ്പോൾ പെട്ടെന്ന് അവിടെ കയറിയ സമയത്ത് എന്താ പറയുക, പിന്നെ മാർക്കറ്റിലൊക്കെ പെട്ടെന്ന് നമ്മൾ കറപ്ഷൻ നടത്തിയെന്നോ അല്ലെങ്കിൽ നമ്മൾ വല്ല വേണ്ടാധീനങ്ങളൊക്കെ ചെയ്തു എന്നൊക്കെയുള്ള ഒരു ന്യൂസുകളൊക്കെ പെട്ടെന്ന് സ്വാഭാവികമായിട്ടും സ്പ്രെഡ് ചെയ്യുകയും അതിനനുസരിച്ചുള്ള ഒരു ട്രെൻഡുകളൊക്കെ വരികയും ചെയ്തിരുന്നു. ഉദ്യോഗസ്ഥരൊക്കെ വളരെ മാന്യമായിട്ടും അതിൽ നമ്മളെ വിളിപ്പിച്ചിരിക്കുന്ന ആളുകൂട്ടും മിക്ക ആളുകൾക്കും അറിയുന്നവരും സ്ഥിരമായി ബന്ധപ്പെടുന്നവരും ഒക്കെയാണ്. അപ്പോൾ അവരൊക്കെ അത് കണ്ട് വളരെ ക്ഷമയോടെ എൻ്റെ കാര്യങ്ങളും എന്നോട് ചോദിക്കലും മനസ്സിലാക്കലും ഒക്കെ ആയിട്ട് അങ്ങനെ അത് പോയി എന്താ പറയുക, പിന്നെ വളരെ ബ്രില്യൻ്റ് ആയിട്ട് തന്നെ ആ കാര്യങ്ങൾ അവർ എടുത്തു. പിന്നെ അതിൻ്റെ ഇടയിൽ പിന്നെ എന്താ പറയുക, കുറച്ച് ദിവസങ്ങളിൽ കുറച്ച് ഓഫീസേഴ്സൊക്കെ ലീവായി. ആ ദിവസങ്ങളിലൊന്നും ഇതിൻ്റെ ബാക്കി പ്രൊസീജിയേഴ്സൊന്നും നടന്നില്ല. അങ്ങനെ ഇതൊക്കെ നടന്നു വരുമ്പോഴത്തേന് സമയവും കാലങ്ങളൊക്കെ എടുത്തു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഉണ്ടായിരിക്കുന്നത്. പിന്നെ അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു രത്നച്ചുരുക്കവും വിശേഷങ്ങളും. അപ്പോൾ നിങ്ങളെ അറിയിക്കാമെന്ന് വിചാരിച്ചു. നിങ്ങളെ അതിൻ്റെ ഇടയിൽ എല്ലാവരും വിളിച്ചിരുന്നു, അന്വേഷിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഞങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനക്കും സ്നേഹത്തിനൊക്കെ ഒരുപാട് നന്ദി. താങ്ക് യു വെരി മച്ച്. ഓക്കെ, ഇൻഷാ അല്ലാഹ് അള്ളാന്റെ ഒരു പരീക്ഷണങ്ങളായിട്ട് കണക്കുകൂട്ടുന്നതൊക്കെ. താങ്ക് യു. ഇവിടെ ഞങ്ങളുടെ വാർത്ത സ്ഥിരീകരിക്കുന്നതിൽ നന്ദിയുണ്ട്.
എന്നാൽ ഇക്ബാൽ മാർക്കോണി ബോധപൂർവം ചില കാര്യങ്ങൾ പറയുന്നു. വാസ്തവത്തിൽ UAE സർക്കാരിനെ അധിക്ഷേപിക്കുകയാണ്. മാർക്കോണി പറയുന്നത് നിരപരാധിയാണെന്ന് അവർക്ക് ബോധ്യമായി, യാതൊരു തെറ്റും ചെയ്തിട്ടില്ല. മാർക്കോണിയുടെ ഏതോ ഒരു ജീവനക്കാരൻ ആർക്കോ ഒരു രേഖയുണ്ടാക്കി കൊടുത്തു, വ്യാജരേഖ ഉണ്ടാക്കി കൊടുത്തു. അതിനാണ് മാർക്കോണിയെ ഇത്രയും കാലം ജയിലിൽ അടച്ചതെന്നത്. ഇത് UAE സർക്കാരിനെയും UAE നിയമവ്യവസ്ഥയും അധിക്ഷേപിക്കുന്നതിന് തുല്യമാണ്. അതായത് മാർക്കോണിക്ക് ഒരു ബന്ധവുമില്ലാത്ത ഒരു കാര്യത്തിൽ ഏതോ ഒരു ജീവനക്കാരൻ അയാളുടെ പേരിൽ ചെയ്ത ഒരു കുറ്റകൃത്യത്തിൽ മാർക്കോണിയെ പിടിച്ച് ഒരു തെളിവുമില്ലാതെ UAE സർക്കാർ ഏതാണ്ട് 2 മാസത്തിലധികം ജയിലിൽ അടച്ചു എന്ന് വന്നാൽ അത് UAEക്കെതിരെയുള്ള UAEയിലെ നിയമവാഴ്ചയ്ക്കെതിരെയുള്ള വെല്ലുവിളിയാണ്. ഓർക്കണം, ഒരു തെളിവുമില്ല. മാർക്കോണി നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ല. മാർക്കോണി ചെയ്യുന്നതെല്ലാം കൃത്യമാണ്. മാർക്കോണിയുടെ ജീവനക്കാരൻ ഒരു വ്യാജരേഖ ഉണ്ടാക്കി കൊടുത്തു, അത് സ്വന്തമായി അപേക്ഷിച്ചത് പോലും മാർക്കോണി അറിഞ്ഞിട്ടില്ല. എന്നിട്ട് ഇത് തെളിയിച്ചെടുക്കാൻ ഏതാണ്ട് 2 മാസം വേണ്ടി വന്നു. ഈ 2 മാസം മാർക്കോണിയെ എല്ലാ പൗരാവകാശങ്ങളും ലംഘിച്ചുകൊണ്ട് ജയിലിൽ അടച്ചു എന്ന് പറഞ്ഞാൽ UAE സർക്കാരിന്റെ നിയമവാഴ്ചയ്ക്കെതിരെയുള്ള വെല്ലുവിളിയാണ്. അത്ര പരാജയമാണ് UAE അന്വേഷണ ഏജൻസികളെന്ന് മാർക്കോണി വിശ്വസിക്കുന്നെങ്കിലും എനിക്ക് വിശ്വസിക്കാൻ പ്രയാസമാണ്. ആധുനിക സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗിക്കുന്ന, ആരോടും മുഖം നോക്കാതെ നിയമം നടപ്പിലാക്കുന്ന, ആർക്കും നീതി നിഷേധിക്കരുത് എന്ന് വിശ്വസിക്കുന്ന ഒരു രാജ്യമാണ് UAE എന്നും അത്തരത്തിൽ ബഹുമാനിക്കാൻ കഴിയുന്ന ഒരു നിയമവാഴ്ചയാണ് UAE സർക്കാരിൻ്റെതെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അവിടെ ഏത് മനുഷ്യനും അനാവശ്യ കാര്യങ്ങളിൽ ഇടപെടാതെ ജീവിച്ചാൽ, നിയമപരമായി ജീവിച്ചാൽ സുഖമായി ജീവിക്കാം. ഇവിടെ പൂർണ്ണമായും നിയമപരമായി ജീവിച്ച, ഒരു നിയമവിരുദ്ധ പ്രവർത്തിയും ചെയ്യാത്ത ഇക്ബാൽ മാർക്കോണി ആരോ ഒരു ജീവനക്കാരൻ ബോധപൂർവം വ്യാജമായ രേഖയുണ്ടാക്കി സ്വന്തമായി അപേക്ഷ കൊടുത്ത്, ഇനി വ്യാജരേഖ ഉണ്ടാക്കി ഇക്ബാൽ മാർക്കോണിയുടെ സ്ഥാപനത്തിന്റെ പേരിൽ അപേക്ഷ കൊടുത്തെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ഇതിനകത്ത് ഇക്ബാൽ മാർക്കോണി പറയുന്നത് അയാൾ പറഞ്ഞു, അതായത് ഈ വ്യാജരേഖ ഉണ്ടാക്കി കൊടുത്ത ആൾ പറഞ്ഞു ECH ആണ് ഇത് നൽകിയതെന്ന് പറഞ്ഞു എന്നാണ്. ആ പറഞ്ഞത് വ്യാജമാണോ സത്യമാണോ തിരിച്ചറിയാനുള്ള ശേഷിയൊന്നും UAE അന്വേഷണ സംവിധാനങ്ങൾക്കില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസമാണ്. മാർക്കോണിയുടെ സ്ഥാപനമാണ് അപേക്ഷിച്ചതെങ്കിൽ അതിന് രേഖയുണ്ടാവും. ഏതോ ഒരാൾ സ്വന്തമായി കൊണ്ട് കൊടുത്തിട്ട് നിരപരാധിയായ മാർക്കോണിയെ പിടിച്ച് ജയിലിൽ അടച്ചു എന്ന് പറഞ്ഞാൽ UAEയിൽ നിയമവാഴ്ചയില്ല എന്ന് വിശ്വസിക്കേണ്ടി വരും. അങ്ങനെയെങ്കിൽ ഏത് നിരപരാധിയെയും UAE സർക്കാരിന് ജയിലിൽ അടക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കേണ്ടത്. അങ്ങനെയാണ് UAE സർക്കാരിനെ ഞാൻ വിശ്വസിക്കുന്നില്ല. എന്ന് മാത്രമല്ല, ഒരു കേസ് തന്റെ പേരിൽ ഇല്ല എന്നാണ് പറയുന്നത്. ജാമ്യം എന്ന് പറയുന്നില്ല, എല്ലാത്തിൽ നിന്നും കുറ്റവിമുക്തനാക്കി എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഗുരുതരമായ കുറ്റകൃത്യമല്ലേ? UAE സർക്കാർ നിരപരാധിയായ ഒരു മനുഷ്യനെ 2 മാസത്തോളം അയാളുടെ എല്ലാ സ്വാതന്ത്ര്യങ്ങളും ഇല്ലാതാക്കി ജയിലിൽ അടക്കുകയും അയാൾ ഒരു കുറ്റവാളിയാണെന്ന് സംശയിക്കുകയും ചെയ്യുന്നു. ഒരു പെറ്റി കേസ് പോലും എടുക്കാതെ അയാളോട് നീ പൊക്കോളാൻ പറഞ്ഞാൽ അതിനർത്ഥം UAE അതീവ ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനം നടത്തിയെന്നാണ്. ഇത് ഇന്റർനാഷണൽ കോർട്ടിൽ വരെ കൊണ്ടുപോകേണ്ട വിഷയമാണ്. നഷ്ടപരിഹാരം ഈടാക്കേണ്ട വിഷയമാണ്. അല്ലെങ്കിൽ നിരപരാധികളെ വേട്ടയാടുന്ന ഒരു രാജ്യമായി ലോകം ഇത് ഏറ്റെടുക്കും. പ്രത്യേകിച്ച് ആംനസ്റ്റി ഇന്റർനാഷണൽ ഒക്കെ നോക്കിയിരിക്കുകയാണ്. ഇപ്പൊ UAE സർക്കാർ നിരപരാധിയായി വേട്ടയാടുന്നു എന്നതിന്റെ തെളിവായി ഇത് മാറിയെന്ന് വരാം. ഞാൻ വിശ്വസിക്കുന്ന മാർക്കോണി പറയുന്നത് നുണയാണെന്നാണ്. മാർക്കോണിയെ പിടിച്ചിരിക്കുന്നു, മാർക്കോണിയുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട നിരവധി ഇടപാടുകൾ, അതുകൊണ്ട് തന്നെ അതിന്റെ അന്വേഷണം തുടരുന്നു. പക്ഷേ നിയമപരമായി സാങ്കേതികമായി ഒരു നിശ്ചിത കാലയളവിനുള്ളിലേക്ക് കസ്റ്റഡിയിൽ വയ്ക്കാൻ കഴിയാത്തത് കൊണ്ട് കർശന നിയന്ത്രണത്തോടു കൂടി പുറത്തേക്ക് വിട്ടിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ കുറ്റവിമുക്തനാക്കി സർവ്വസ്വതന്ത്രനാക്കി വിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ തീർച്ചയായും UAE സർക്കാരിന്റെ നിയമവാഴ്ചയെ നമ്മൾ ആശങ്കയോടെ കാണേണ്ടി വരും. ഈ ഓഡിയോ ക്ലിപ്പ് ഇന്നലെ രാവിലെ മറുനാടൻ TVയിൽ ഞങ്ങൾ പുറത്തുവിട്ടിരുന്നു. ഞങ്ങൾ ഈ പുറത്തുവിട്ടതിന് ശേഷം ഈ ഓഡിയോ ക്ലിപ്പ് മാമിയെ കണ്ടെത്താൻ രൂപീകരിച്ചിരിക്കുന്ന വാട്സാപ്പ് ഗ്രൂപ്പിൽ വന്നു. അതിന് തൊട്ടു പിന്നാലെ ഒരാൾ ഒരു മെസ്സേജ് ഇടുകയാണ്, നമ്മൾ സൂക്ഷിക്കണം, ഈ ഗ്രൂപ്പിൽ വരുന്നതിന് മുൻപ് ഇക്ബാലിന്റെ ശബ്ദരേഖ മറുനാടനിൽ വന്നിരിക്കുന്നു, മറുനാടനെ സൂക്ഷിക്കണം, ഇക്ബാലിന്റെ സുഹൃത്തുക്കൾ തന്നെ മറുനാടന്റെ ചാരന്മാരായി പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞൊരു ഓഡിയോ ക്ലിപ്പ്. റഫീഖെ, ഇതും മറുനാടൻ TVന്റെ ഓൺലൈൻ ചാനലിൽ വന്നിട്ടുണ്ട്, ഈ വോയിസ്. മനസ്സിലായില്ലേ? അപ്പൊ ഇത്തരം വളരെ രഹസ്യമായിട്ട് ഇക്ബാൽ അയച്ചാൽ ഇക്ബാലിന്റെ ഏറ്റവും വേണ്ടപ്പെട്ട ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ് അയച്ചു കൊടുക്കുന്ന ആളുകളിൽ തന്നെ അല്ലേ ഇത്തരം ഈ ഒറ്റുകാരുള്ളത്? നമ്മളിപ്പം ഇതേവരെ വിചാരിച്ച ഈ വാട്സപ്പ് ഗ്രൂപ്പിലാണ് എന്നുള്ള. വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് 10,000-കണക്കിന് ആയിരക്കണക്കിന് ആളുകളുണ്ടല്ലോ. അവരാരും നേരിട്ടിപ്പോ ഇക്ബാലിനായിട്ട് ബന്ധമില്ലാത്തവരും അതല്ലെങ്കിൽ പൊതുവായിട്ടുള്ള ആളുകളൊന്നും ആവൂല. പക്ഷെ അതാണ്. പക്ഷെ അതല്ലല്ലോ, ഇത്രയും എക്സിക്യൂട്ടീവായിട്ട് തെരഞ്ഞെടുത്ത് കുറച്ച് ആളുകൾക്ക് പറയാം. നമുക്ക് പറയാം റഫീഖും ഇക്ബാലും തമ്മിലുള്ള ബന്ധം അതിപ്പോ ഒന്നൊന്നല്ലേ തുടങ്ങിയൊന്നല്ലല്ലോ. അപ്പം അതൊന്ന് ആലോചിച്ച് നോക്ക് പരിയെ. ഈ വോയിസും മറുനാടന്റെ എന്തിന് ഓൺലൈനിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിലെന്തായാലും രഹസ്യം എല്ലാവരും തമ്മിൽ നിന്ന് ഒറ്റിക്കൊടുക്കുന്ന ഒരു കാലഘട്ടത്തില് ആണ് നമ്മൾ ജീവിക്കുന്നത്. എന്തായാലും ഇക്ബാല് എല്ലാ പ്രതിസന്ധിയിലെയും തരണം ചെയ്ത് നമ്മോടൊപ്പം ഉണ്ടാവണമെന്ന് റബ്ബിന്റെ ഒരു തീരുമാനമുണ്ട്. നമുക്കെല്ലാവർക്കും ദുആ ചെയ്യാം.
മറുനാടൻ വിരുദ്ധരായ ഈ ഗ്രൂപ്പുകാരൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. സത്യത്തിന് വേണ്ടി മാത്രം നിലനിൽക്കുന്ന ഒരു സ്ഥാപനമാണ് മറുനാടൻ. മുഖം നോക്കാറില്ല. ഞങ്ങൾ മാമിയെ കണ്ടെത്തണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. മാമിയെ കണ്ടെത്താൻ ആഗ്രഹിക്കാത്തവർ, മാമിയുടെ തിരോധാനം ദുരൂഹതയായി തുടരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ആ വാട്സാപ്പ് ഗ്രൂപ്പിലെ ഭൂരിഭാഗം പേരും എന്നതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞ വാർത്ത വ്യാജമാണ് എന്ന് പറയുകയും ഇപ്പോൾ ഞങ്ങളെ അവിടെ തെറിവിളിക്കുകയും ചെയ്യുന്നത്. വാസ്തവത്തിൽ ഞങ്ങൾ പറഞ്ഞത് സത്യമാണ് എന്ന് തെളിഞ്ഞിരിക്കുന്നു. ഇക്ബാൽ മാർക്കോണി അകത്താണ് എന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ കള്ളമാണ് എന്ന് പറഞ്ഞവർ ഇതാ ഇക്ബാൽ മാർക്കോണിയുടെ ശബ്ദത്തിലൂടെ കേൾക്കുന്നു ജയിലിലാണ്. എന്നിട്ട് ഞങ്ങൾ അപ്രീസിയേറ്റ് ചെയ്യുന്നില്ല, പകരം വീണ്ടും ഞങ്ങളുടെ കുറ്റം പറയുന്നു. നിങ്ങൾ മനസ്സിലാക്കുക, ഞങ്ങൾ സത്യമേ പറയൂ, ഇനിയും സത്യം പറഞ്ഞുകൊണ്ടിരിക്കും. ഇനിയാണ് അടുത്ത ട്വിസ്റ്റ്. ഈ ഗ്രൂപ്പിൽ വന്നതല്ല, മറ്റൊരു ഗ്രൂപ്പിൽ യാക്കൂബ് എന്ന് പറയുന്ന വേറൊരാളിട്ടൊരു ശബ്ദരേഖയാണ്. ആ ശബ്ദരേഖയിൽ വ്യക്തമായി പറയുന്നു, ഇക്ബാൽ മാർക്കോണിയെ പോലും സംശയമുനയിൽ നിർത്തുന്ന തരത്തിൽ ഈ മാമിയെ കണ്ടെത്താതിരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ മാമി തിരോധാന ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നത്. അവിടെ ചിലർ നുഴഞ്ഞു കയറിയിരിക്കുന്നു. അവർ ഈ കേസ് അന്വേഷണം അട്ടിമറിക്കാനാണ് നീക്കം നടത്തിയത്. അന്വേഷണം നല്ല നിലയിൽ പോയപ്പോൾ അവർ ബോധപൂർവം അട്ടിമറി ശ്രമം നടത്തി. അതിനുവേണ്ടി അവർ ഗ്രൂപ്പിനെ ഉപയോഗിച്ചു. ആ അട്ടിമറി ശ്രമം ഏതാണ്ട് വിജയിക്കാൻ സമയമായപ്പോഴാണ് ഇക്ബാൽ മാർക്കോണി ജയിലിലാവുന്നത്. അതുകൊണ്ട് ആ നീക്കം അട്ടിമറിക്കപ്പെട്ടു. മാമിയെ കണ്ടെത്തുന്ന നടപടിയുമായി പോലീസ് മുമ്പോട്ട് പോകുന്നു. ആ ശബ്ദരേഖ കൂടി കേൾക്കുക. നമസ്കാരം. ഈ മാമി ഗ്രൂപ്പ് നിശബ്ദതയെ കിടക്കാമെന്ന് ആരും വിചാരിക്കരുത്. മാമി ഗ്രൂപ്പില് വിഷയങ്ങളെ നമ്മൾ ക്രോഡീകരിച്ച്, ഞാന് ബഷീർ സാഹിബ്, ബാബ സാഹിബ്, സിദ്ദീഖ് ഹാജി, നമ്മളൊക്കെ വിഷയങ്ങളെ കംപ്ലീറ്റ് ക്രോഡീകരിച്ച് നമ്മളൊന്നും പുതപ്പ് മൂടി കിടക്കാൻ പോയിട്ടില്ല. നമ്മൾ ഒന്നും ആവശ്യമില്ലാണ്ട് പറയണമെന്ന് വെച്ചാല് കേസ് നല്ലൊരു ഒരു വൈത്തിരിവിലേക്കാണ് പോയത്. മാമി കേസ് മാമീന്റെ കേസിന് ഒരു നല്ല റിസൾട്ട് വരും. കാരണം എന്ന് വെച്ചാല് ഈ മാമി കേസ് പൊടിമുട്ടി വലിയ ഗ്രൂപ്പ് ഉണ്ടാക്കി നമ്മുടെ സഹോദരൻ ഇക്ബാൽ മാർക്കോണിയാണ് ഈ ഒരു വലിയ വാട്സാപ്പ് ഗ്രൂപ്പ് ഒരുപാട് ആൾക്കാരെ ചേർത്ത് വന്നത്. ആ ഗ്രൂപ്പിൽ അന്നേ ബഷീർ സാഹിബും ഞാനും ബാബ സാഹിബും ആവർത്തിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതിൽ വലിയൊരു ഗൂഢാലോചന നടക്കുന്നുണ്ട്. അതിൽ ആ കേസിനെ വഴിതിരിച്ചു വിടാനാണ് ഇവർ ശ്രമിക്കുന്നത്. അതിൽ പല കുടുംബക്കാരും വന്നിട്ട് പല രീതിയിൽ ഒരു ആവശ്യമില്ലാണ്ട് ഒരു വിവരവും കഥയില്ലാണ്ട് ആ കേസിനെ പറ്റി പറയുകയും പോലീസിനെ നിയൽമുനയിൽ നിർത്തുകയും പോലീസിന്റെ കാര്യങ്ങൾ സംതൃപ്തിയില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ റഫ്താസ് വക്കീലിനെ കൊണ്ടാണ് CBIക്ക് പോകണമെന്നൊക്കെ പറഞ്ഞ് കേരള പോലീസ് കണ്ടതിൽ ഏറ്റവും നല്ല ഓഫീസർമാരാണ് ആ കേസ് അന്വേഷണത്തിന്റെ കാര്യങ്ങൾ തട്ടിയൊട്ടിയെടുത്തത്. ഈ മാമീനെ ഇല്ലാതാക്കിയ ആൾക്കാർ ആ ഗ്രൂപ്പിൽ നിന്നും കൊണ്ട് എല്ലാ കളിയും കളിച്ച് ഒരു വിജയിച്ചു വിചാരിച്ചു. പക്ഷെ ഒരു വിജയിച്ചില്ല. കാരണം ഒരു വിജയിക്കാൻ പാകത്തി നിൽക്കുന്ന സമയത്താണ് ഇക്ബാൽ മാർക്കോണി പല കേസിലും പെട്ടിട്ട് അവിടെ ദുബായിലെ അബുദാബിയിലെ ജയിലിൽ ഇത്രയും ദിവസം മാസങ്ങളോടൊപ്പം കിടക്കേണ്ടി വന്നത്. അപ്പൊ ആ കേസ് ഇപ്പൊ അന്വേഷിക്കാൻ അതിനെ വഴിതിരിച്ചു വിടാൻ വേണ്ടിട്ട് അപ്പൊ ആ കേസ് ഇൻവോൾവ് ആയ ആൾക്കാർ ഈ ഗ്രൂപ്പിനെ പെട്ടെന്ന് എല്ലാം വഴിതിരിച്ചിട്ട് ഗോൾഡൻ നാസർ വന്ന്, നബീൽ വന്ന്, പിന്നെ കുറെ വേറെ കുടുംബക്കാർ വന്ന് ഇവരെല്ലാരും കൂടിയിട്ട് KMB ബഷീറിനെയും എന്നെയും എല്ലാവരെയും വഴിതിരിച്ചു വിട്ട് ഇവരതിനെ വേറെ ഫോക്കസിലേക്ക് കൊണ്ട് ഇവരതിനെ ഒന്നും അല്ലാതാക്കാൻ നോക്കിയതാ. പക്ഷേ ഇത് കംപ്ലീറ്റ് ഡാറ്റ കളക്ഷൻ. കേരള പോലീസിന്റെ അഭിമാനമാണിത്. അപ്പൊ കേരള പോലീസ് ഈ കേസ് ഇന്ന് എന്തായാലും രണ്ടാമത് കുത്തിപ്പൊക്കും. അവരുടെ എല്ലാ ഇൻഫർമേഷൻസും ഉണ്ട്. മാമി കേസിന് തീരുമാനം ഉണ്ടോ? കാരണം വെച്ചാല് മാമി കേസിന് ശരിയായ ഇൻഫർമേഷൻ കൊടുത്തതും പോലീസിനോട് സഹകരിച്ചതും എല്ലാ FIRൽ കൊടുത്തതും ഒരാൾ മാത്രമാണ്, റംല ടീച്ചർ മാത്രമാണ്, അദ്ദേഹത്തിന്റെ ഒരു ഭാര്യ. ബാക്കി അദ്ദേഹത്തിന്റെ ആദ്യത്തെ മകളായാലും ശരി, മകളഭർത്താവായാലും ശരി, പിന്നെ മച്ചുനായാലും ശരി, പിന്നെ കുറെ ആൾക്കാർ, കുറെ കുടുംബക്കാർ, ഇവരൊക്കെ വന്ന് പല രീതിയിൽ ഓരോരുത്തരും പറയുന്നത് കേട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പല ഇതിൽ വലിയൊരു സാമ്പത്തിക പ്രശ്നം ഇൻവോൾവ്. മാമീനെ വെറുതെ ഒന്നല്ല ഇല്ലാതാക്കിയത്. മാമി ഇല്ലാതായിട്ടുണ്ടെങ്കിലോ മാമി ജീവിച്ചിരിപ്പുണ്ടെങ്കിലോ എന്തായാലും ഇതിൽ കോടിക്കണക്കിന് റുപ്യന്റെ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ട്. അതിന്റെയൊക്കെ പിന്നിൽ ഒരുപാട് വലിയ 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 കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളൊക്കെ കേരള പോലീസിലെ പ്രസ്റ്റേജ് ഇഷ്യൂ ആയിട്ട് ഇതിനെ പുറത്തു കൊണ്ടുവരുന്നതാണ് നമ്മളെ ആത്മവിശ്വാസം. സത്യം പറഞ്ഞാൽ ഇതൊക്കെയാണ് ഞങ്ങൾ പറഞ്ഞിരുന്നത്. ഈ വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ലക്ഷ്യം പോലും, ഇക്ബാൽ മാർക്കോണി അടക്കമുള്ളവരുടെ ഇടപെടൽ പോലും മാമിയെ തിരിച്ചു കിട്ടരുതേ, മാമിയെ തട്ടിക്കൊണ്ടുപോയവർ രക്ഷപ്പെടണം എന്ന ലക്ഷ്യത്തിലാണ് എന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു. അന്ന് ഞങ്ങളെ ചീത്ത വിളിച്ചിരുന്നു. ഇതാ മാമിയുടെ സുഹൃത്ത്,
മാമിയെ കണ്ടെത്താൻ ആത്മാർത്ഥമായി ശ്രമിക്കുന്ന ഒരാൾ ഞങ്ങൾ പറഞ്ഞ കാര്യം സ്ഥിരീകരിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത്, ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും സത്യം മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന മറുനാടൻ പറയുന്നതെല്ലാം സത്യമാണെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കാൻ ഇതൊക്കെ കാരണമാകുന്നു എന്നത് മാത്രമാണ്.